ഇപ്പോൾ ഈ സത്രം 10 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന് മുമ്പ് നിങ്ങൾ മദ്രാസിൽ വന്ന ആ സമയത്ത് സ്വാമിസ് ലോഡ്ജായിരുന്നു അന്നത്തെ ഒരു സങ്കേതം അല്ലേ? അന്ന് സിനിമാക്കാർക്ക് ഒരു സങ്കേതം ഒന്ന് സ്വാമീസ് ലോഡ്ജ്, പിന്നെ ഉള്ളത് ഉമാ ലോഡ്ജ് ഉണ്ടായിരുന്നു, ഉമാ ലോഡ്ജ്, പിന്നെ ബാക്കി എല്ലാവരും വീടുകളിലും അവിടെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. ഞങ്ങളൊക്കെ ചെന്ന് പറ്റിയത് സ്വാമീസ് ലോഡ്ജ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് തിരനോട്ടത്തിൻ്റെ ഡബ്ബിങ് സമയത്ത് ആണ് ആദ്യമായിട്ട് മദ്രാസിൽ ഞാനും ലാലും പ്രിയനും ഒക്കെ കൂടെ അന്ന് സ്വാമീസ് ലോഡ്ജിലെ സ്ഥിരം അന്തേവാസികളായിരുന്നു അന്ന് വരാണ്. അപ്പോൾ അന്ന് അവിടെ ഉള്ള ആൾക്കാരിൽ സ്ഥിരമായിട്ട് അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഒന്ന് ജോസ് പ്രകാശ് സാറ്, ഭരതൻ, ഭരതൻ, ആലുമൂടൻ ചേട്ടൻ, CI പോള്, അങ്ങനെ കുറേ പേരുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മളുമായിട്ട് അന്ന് അടുത്തത് മുരളി മോഹൻ എന്ന് പറഞ്ഞ ജഗദ്ഗുരു ആദിശങ്കരൻ ഒക്കെ അഭിനയിച്ച മുരളി മോഹൻ, അദ്ദേഹമാണ്. മുരളിച്ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സഹോദരനെ പോലെ അത്ര അടുപ്പമായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിക്ക് അന്ന് പുള്ളി അവിടെ വന്ന് അവിടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് അതിൻ്റെ അത് താമസമാണ്. പുള്ളിക്ക് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളറിയാം. അവിടെ നമ്മുടെ സ്വാമീസ് ലോഡ്ജിലെ എല്ലാ അന്തേവാസികളും എത്ര വെള്ളം വരും അവിടെ പുള്ളിയായിരുന്നു കുറേ കാലം നമ്മുടെ കമ്പനി. അപ്പോൾ പുള്ളി ഇവിടെ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നടൻ ശ്രീ മുരളി മോഹൻ. അപ്പോൾ പഴയ അന്തേവാസി മാത്രമല്ല നമ്മുടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്വാമിക്ക് കാശ് കൊടുത്തിട്ടുള്ളത് കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് മദ്രാസിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ശങ്കരാചാര്യ അവിടെ 100-150 ദിവസം ഓടിയതാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ അവിടെ എല്ലാവരോടും ഞാനിപ്പോൾ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും അവർ ബാലനിക്ക നായർ പുള്ളി അപ്പുറത്ത് താമസിക്കണം. ഭരതനേട്ടനൊക്കെ ആയിട്ട് ക്ലോസ് കമ്പനിയാണ്. പക്ഷേ ഞാനൊരു വളരെ ചെറുപ്പമായതുകൊണ്ട് എനിക്കൊരു കമ്പനി കിട്ടിയത് ഇവരുടെ വരവാണ്. സുരേഷ്, പ്രിയൻ, ലാൽ, അശോക് കുമാർ, സനൽകുമാർ അല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് അണ്ണൻ തന്നെ ആരെങ്കിലും വിളിക്കണം ഇവരാണ്. ശരി, അതിനു മുമ്പ് നമ്മളെല്ലാവരും അല്ലല്ല ചേട്ടാ, നമ്മുടെയൊക്കെ എറണാകുളത്തൊക്കെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇവരെല്ലാവരുടെ കമ്പനികളിലായാലും ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു മുറിയിലാണ് സംഗീതവും. ഇപ്പം ഞാൻ കുറച്ച് മെലോഡിയസ് പാട്ടുകളൊക്കെ പാടും, ലാല് കുറച്ച് ഹിന്ദി പാട്ട് പാടും. അങ്ങനെ ആയിട്ടൊരു തീപ്പെട്ടിയുമ്പോൾ താളം പിടിക്കും. അവിടെ ഉണ്ട് കൃഷ്ണൻ ചേട്ടൻ. അങ്ങനെ അവിടെ ഒരു രസകരമായിട്ട് ഞങ്ങൾ വെച്ചാണ് സിനിമയ്ക്ക് വേണം. ഞാനാണ് ക്യാപ്റ്റൻ. അതവിടെ എപ്പോഴും പറയും പ്രൊഡ്യൂസറിന് അവിടെ രാശിയില്ലെന്ന് പറയും. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാണ്. ഞാൻ ശ്രീകുമാർ നമ്മുടെ നേരത്തെ ഒന്നല്ലേ പി ശ്രീകുമാർ, അദ്ദേഹമൊക്കെ അവിടെ നിന്ന് താമസിച്ചിട്ട് പടങ്ങളൊക്കെ പൊട്ടുക. സിനിമ അഭിനയിക്കുന്നവർക്ക് അവിടെ ഒരു രാശിയാണ്. സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നവർ എല്ലാവർക്കും പ്രശ്നം. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവർക്കും അവിടെ ഒരു രാശിയാണ്. അത് ഇതിന് സത്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കറക്റ്റാണ്, കാര്യം കറക്റ്റാണ്. ഏത് പ്രൊഡ്യൂസർ വന്നാലും അവിടെ കുത്തുവാള എടുത്തേ പുറത്ത്. അന്ന് അതിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാർ ആയ ഒരാളാണ് ഇപ്പം ലാല്. പണ്ട് എനിക്ക് ഓർമ്മ, ആ സ്റ്റെയർ കേസിൻ്റെ താഴെ സത്യമാഷിൻ്റെ ഒരു സ്ഥിരമായിട്ട് പുള്ളി വെളിയിലിട്ട് ഇരുന്നൊരു കസേരയാണ്. ആ കസേരയൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ട് അതിൽ സത്യമാഷിരുന്ന കസേരയാണ്. നമ്മൾ ആ സിംഹാസനത്തിൽ ഒന്നിരുന്നു. ലാല് ഭയങ്കര ഹാർഡ്, അന്നേ ഭയങ്കര ഡെഡിക്കേഷനോ എന്താ പറയുക, ബിഗിനിങ് ടൈം തുടങ്ങിയല്ലേ. ഈ ലാലും പ്രിയനും ഒക്കെ പതുക്കെ ദിശ തിരിഞ്ഞ സ്ക്രിപ്റ്റ് അങ്ങനെ ഞാനിവിടേക്ക് എന്നോട് മദ്രാസിലൊക്കെ ഞാൻ ആലോചിച്ചതെന്ന് സുരേഷാണ് അവിടെ സ്ഥിരം. അപ്പോഴാണ് ഞങ്ങളെ മേലെ ഏറ്റവും കൂടുതൽ ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യണം. ഇവരൊക്കെ വളർന്നു വന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. പ്രിയദർശനം ഇവിടുത്തെ ടോപ്പ് ഡയറക്ടർ ആകുമ്പോഴും മോഹൻലാൽ ഇതില്ല. ഞങ്ങളെ കമ്പനി ആവുന്നതിന് മുമ്പ് ഞാനും ലാലുമാണ്. ഞങ്ങളെ ഏതെങ്കിലും റൂമിലായിരിക്കും. മോഹൻലാൽ ഒന്നില്ലെങ്കിൽ എൻ്റെ മുറി കിടക്കും, അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ മുറി കിടക്കും. അങ്ങനത്തെ ബന്ധമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വളർന്നു പോകുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാം. അതിന് ഭയങ്കര സുഖമാണ്. എനിക്ക് അതിനകത്ത് കൂടാൻ പറ്റില്ലെന്നുള്ള ഫീലിംഗ് എനിക്കില്ല. സുരേഷ് പ്രൊഡ്യൂസറാവുന്നു, കൂലി അല്ലേ മമ്മൂട്ടി വെച്ച് അവസാനം തേനും വയമ്പും നസീർ സാറിൻ്റെ. പിന്നെ അന്നത്തെ കാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ നസീർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റും തമ്മിൽ എല്ലാവരും പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അന്നത്തെ ആ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഈവൻ ഞങ്ങൾ പോലുള്ള ബന്ധം പോലും ഇപ്പം ലാലിനേക്കാൻ വല്ലപ്പോഴും കാണുമ്പോൾ ഉണ്ടല്ലോ, കാണുമ്പോൾ പുള്ളി ചേട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ തലമുറയിൽ കാണാത്തൊരു സംഭവം, ആ ഇൻറ്റിമസി ഇല്ല. ഒക്കെ ഈ പണ്ട് അപ്പന ബോംബെ സ്റ്റൈൽ എന്ന് പറയില്ലേ, അങ്ങനെ വന്ന് അഭിനയിച്ച് പറഞ്ഞാൽ പോയി അടുപ്പം ഇല്ല. കാരണം നമ്മളൊക്കെ മദ്രാസിലന്ന് ജീവിച്ച് അങ്ങനത്തെ ഒരു ഇല്ലായ്മയിൽ നിന്നൊക്കെ വളർന്നു വന്ന് പലതും കണ്ടുവന്നാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം മദ്രാസ് കാണുന്നില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർ. എല്ലാവരും വെൽ ഓഫാണ്. പിന്നെ സിനിമ അവർക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ വളരെ അടുത്താണ്. നമ്മളൊക്കെ ഒരുപാട് ദൂരത്തിലായിരുന്നു സിനിമ. നമ്മൾ അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടിച്ചെന്ന് പിടിച്ചെടുത്തതല്ലേ സിനിമയൊക്കെ.
അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് അത്. എന്തായാലും ആ ഓർമ്മകൾ, ആ ദിനങ്ങളൊക്കെ മനസ്സിലിങ്ങനെ അല്ലേ, ഈ സമാഗമത്തിലൂടെ അതൊക്കെ വീണ്ടും റിവൈൻഡ് ചെയ്യാനായിട്ടൊരു അവസരമാണ് ഇപ്പോൾ സുരേഷിന് കിട്ടിയേക്കണം. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ലാലു. നിങ്ങൾ അളിയാന്നാണ് വിളിക്കുന്നത്. അളിയാന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലാലു ലക്സ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്, നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാം. ഹലോ ഹലോ ലാലുജി, ഞാൻ കമലാണ്, സമാഗമത്തിൽ നിന്ന്. ഹലോ മൈ ഡിയർ കമൽ. എന്താണ് മൈഡിയ? ഇവിടെ സുരേഷ് കുമാർ ഉണ്ട്, ഞാൻ സംസാരിക്കും. ഹലോ മോനെ, എടാ നിന്നെ കുറിച്ച് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ആണോ? എനിക്ക് നിന്നെയും നിനക്കെന്നെയും പറയാനുള്ള സ്വാതന്ത്ര്യം വർഷങ്ങൾക്ക് മുമ്പ് പോലെ തുടങ്ങിയതല്ലേ? അതെ അതെ, അതൊരു കൂലി ബന്ധമാണ് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ എങ്ങനെയാണ് ഓർക്കുന്നത് സുരേഷിന്റെ പഴയ വീര സാഹസിക കഥകൾ? അവൻ അന്നും ഭയങ്കര സാഹസികമായ ജീവിതം നയിക്കുന്ന ആളല്ലേ സുരേഷ് കുമാർ? അതെ, ഇപ്പൊ ഒരു മയമുണ്ട്. ഇപ്പൊ മയം വന്നു അല്ലേ? കാരണം കല്യാണം കഴിച്ച് 2 പെൺകൊച്ചുങ്ങളൊക്കെ ആയതിനു ശേഷം ഒരിച്ചിരി മയപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടുകാരെല്ലാരും കൂടെ കൂടി ഉണ്ടായ ഒരു സിനിമയാണല്ലോ കൂലി. അതെ അതെ. എന്റർടൈൻമെന്റ്സിന് ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാം 5 സ്റ്റാർ സ്റ്റൈലില്ല. പക്ഷെ കാജ് മാത്രം അവനോട് ചോദിക്കാൻ പറ്റിയല്ല. അത് ചോദിച്ചാൽ തരില്ലല്ലേ? ശരി ശരി. അതെ. അന്നേരം ഇപ്പൊ അവൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മെയിൻ ആളായതുകൊണ്ട് ഇപ്പോഴും അവൻ അത് പറഞ്ഞുകൊണ്ട് ഉറപ്പുണ്ട്. എനിക്കറിയില്ല താരങ്ങൾക്ക് കാശ് വരില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണം. ഏതായാലും വളരെ സന്തോഷം. താങ്ക് യു ബൈ.